ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. 19ാമത് G20 ഉച്ചകോടിക്ക് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ തുടക്കം. ഉച്ചകോടി വേദിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ 50 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനയെ കൂടി വിന്യസിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ കൊട്ടിക്കലാശം ആവേശമാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചാരണം. വായു മലിനീകരണം അതീവ ഗുരുതരമായി തുടരുന്ന ഡൽഹിയിൽ ഗ്രാപ്പ് 4 നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സംഘങ്ങളെ ഉടൻ രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ യുവജനോത്സവം വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗായി ആഘോഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. GDP വളർച്ചാ നിരക്കിൽ G20 രാജ്യങ്ങൾക്കിടയിൽ ഒന്നാമതായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 19ാമത് G20 ഉച്ചകോടിക്ക് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ വേദിയിലെത്തി. വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ പ്രധാനമന്ത്രി G20 വേദിയിൽ അവതരിപ്പിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റ് രാഷ്ട്രത്തലവന്മാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. നൈജീരിയൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ബ്രസീലിലെത്തിയത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഗയാനയിലെത്തും. ഗ്ലോബൽ സൌത്തിന്റെ നേതാവെന്ന നിലയിൽ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ഇടപെടലുകളാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്നതെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസിഡർ സുരേഷ് കെ റെഡ്ഡി. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ബ്രസീൽ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. India has been actively participating in the G20 presidency of Brazil in two ways. One, as a member of the Troika, India, Brazil and South Africa. We have been jointly shaping the agenda. We have been jointly engaging with the other member states. And second, the role which India has been playing is as a leader of the global South, where we have been actively intervening and where we have been making country statements and where we have been ensuring that the interests of the South is protected. മണിപ്പൂരിൽ അക്രമം രൂക്ഷമായ സാഹചര്യത്തിൽ 50 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനയെ കൂടി സംസ്ഥാനത്തേക്ക് അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ അവലോകനം ചെയ്തു. അക്രമം തടയുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അതേസമയം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന മണിപ്പൂരിലെ 5 ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധി നൽകി. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും താരപ്രചാരകരും വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. മഹാരാഷ്ട്രയിൽ ബുധനാഴ്ച ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഝാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമാണ് ബുധനാഴ്ച നടക്കുന്നത്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിച്ചു. 1.5 മാസത്തെ പ്രചാരണത്തിനൊടുവിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് പാലക്കാട് ഇന്ന് സാക്ഷിയായത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. വായു ഗുണനിലവാരം അതീവ ഗുരുതരമായി തുടരുന്ന ഡൽഹി രാജ്യതലസ്ഥാന നഗരമേഖലയിൽ ഗ്രാപ്പ് 4 നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. ഇന്ന് ഉച്ചവരെയുള്ള ശരാശരി വായു ഗുണനിലവാര തോത് 490 ആണ്. രാജ്യതലസ്ഥാന നഗരിയിൽ അടുത്ത 2 ദിവസങ്ങളിൽ പുകമഞ്ഞും നേരിയ മൂടൽമഞ്ഞും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നതിനാൽ ഗ്രാപ്പ് 4 നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സംഘങ്ങളെ ഉടൻ രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി. വായു ഗുണനിലവാര സൂചിക 450-ൽ താഴെയാണെങ്കിലും നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ തുടരുമെന്ന് കോടതി പറഞ്ഞു. പടക്ക നിരോധനം നടപ്പാക്കാൻ കൈക്കൊണ്ട നടപടികൾ വിശദമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഡൽഹി സർക്കാരിന് നിർദ്ദേശം നൽകി. വിഷയത്തിൽ കോടതി വെള്ളിയാഴ്ച വീണ്ടും വാദം കേൾക്കും. ഈ വർഷം 7% GDP വളർച്ചാ നിരക്കോടെ G20യിൽ ഇന്ത്യ മുന്നിലെത്തിയതായി MyGov സമൂഹ മാധ്യമ കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയെയാണ് ഈ നേട്ടം ഉയർത്തിക്കാട്ടുന്നതെന്നും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ GDP അതിവേഗ വളർച്ചയാണ് പ്രകടമാക്കിയതെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 5%വുമായി ഇന്തോനേഷ്യ 2ാം സ്ഥാനത്തും 4.8% വളർച്ചാ നിരക്കുമായി ചൈന 3ാം സ്ഥാനത്തുമാണുള്ളത്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 നാളെ US-ലെ കേപ്പ് കനാവറിൽ നിന്ന് വിക്ഷേപിക്കും. എലൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ് വിക്ഷേപണം നടത്തുന്നതെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു.
വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സുപ്രധാന സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 6 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അധികാരപത്രം സമർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സ്വിറ്റ്സർലൻഡ്, ജോർദാൻ, പാപ്പുവ ന്യൂഗിനിയ, ദക്ഷിണാഫ്രിക്ക, മ്യാൻമർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അധികാരപത്രം സ്വീകരിച്ചത്. 2025 ദേശീയ യുവജനോത്സവം വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗായി ആഘോഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തുടനീളമുള്ള യുവജനങ്ങൾക്കിടയിലെ പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക, വികസിത ഭാരതത്തിനായുള്ള ആശയങ്ങൾ പങ്കിടാൻ ഫലപ്രദമായ വേദിയൊരുക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. हम देश के कोने कोने से सभी युवाओं को इस कार्यक्रम में जोड़ना चाहते हैं. Give this talent and opportunity to present their vision before the Honorable Prime Minister Modi. हम अपने आइडिया शेयर करने के लिए, अपनी बात करने के लिए दिल्ली में 2 दिन का कार्यक्रम आयोजित होगा. इस कार्यक्रम में ये देश के युवा अलग अलग थीम के द्वारा आएंगे. 2025 ജനുവരി 11-12 തീയതികളിലാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 24-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116-ാം പതിപ്പാണിത്. മൈ GOV ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഛത്തീസ്ഗഡിലെ ഗുരു ഘാസിദാസ് താമൂർ പിംഗ്ലയെ രാജ്യത്തെ 56ാമത് കടുവാ സങ്കേതമായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം അറിയിച്ചത്. 2829 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സംരക്ഷിത വനം രാജ്യത്തിന്റെ കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ പുതിയ നാഴികക്കല്ലാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷാ ഏകോപനത്തിനായുള്ള ഉന്നതതല യോഗം കാഠ്മണ്ഡുവിൽ ആരംഭിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത പ്രവേശനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇത് സംബന്ധിച്ച വിവരങ്ങളും നേപ്പാൾ മുന്നോട്ടുവച്ചു. യോഗം തിങ്കളാഴ്ച വരെ തുടരും. സമാനതകളില്ലാത്ത പുരോഗതി കൈവരിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പ്രശംസിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. SBIയുടെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുംബൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. 100ാം വാർഷികത്തിന്റെ സ്മാരക നാണയവും ധനമന്ത്രി പുറത്തിറക്കി. ആലപ്പുഴയിൽ നടന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് കിരീടം. കണ്ണൂർ ജില്ല 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിരുന്നു. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക പൈതൃക വാരാഘോഷത്തിന് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ കണ്ണൂർ പയ്യാമ്പലത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. നാളെയും മറ്റന്നാളും കണ്ണൂർ കൈത്തറി മ്യൂസിയത്തിൽ 1924 ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനം ഉണ്ടാകും. 25 വരെയാണ് വാരാഘോഷം. ആഗോള ചരക്ക് ഉച്ചകോടിക്ക് ദുബായിൽ തുടക്കമായി. നാളത്തെ അവസരങ്ങളിലേക്കെത്താൻ ഇന്ന് പ്രവർത്തിക്കുക എന്നതാണ് ബുധനാഴ്ച വരെ നീളുന്ന ഉച്ചകോടിയുടെ 3ാം പതിപ്പിന്റെ പ്രമേയം. 155 രാജ്യങ്ങളിൽ നിന്നുള്ള 5000 വ്യവസായ പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 19ാമത് G20 ഉച്ചകോടിക്ക് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ തുടക്കം. ഉച്ചകോടി വേദിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ 50 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനയെ കൂടി വിന്യസിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ കൊട്ടിക്കലാശം ആവേശമാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചാരണം. വായു മലിനീകരണം അതീവ ഗുരുതരമായി തുടരുന്ന ഡൽഹിയിൽ ഗ്രാപ്പ് 4 നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സംഘങ്ങളെ ഉടൻ രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ യുവജനോത്സവം വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗായി ആഘോഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. GDP വളർച്ചാ നിരക്കിൽ G20 രാജ്യങ്ങൾക്കിടയിൽ 1ാമതായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.